സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സും റെഡ് സിൽക്ക് ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ പാറ്റേൺ. അത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്ത് ക്ലോത്തിലേക്കൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ സ്റ്റെം പോർഷനിലൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ഒരു കട്ട് ബീഡ് എടുത്ത ശേഷം ബാക്കിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ബീഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇളകിപ്പോകില്ല. സാധാരണ നമ്മൾ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പം നമ്മൾ വോക്കൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ കുറേ ബീഡ്സ് ഇളകിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുന്നത് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്കുകൾ ബീഡ്സിൻ്റെ വർക്കുകളും സർദോസി വർക്ക് അങ്ങനെയുള്ള വർക്കെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ അഫിലിയേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പലർക്കും ഈ നീഡിൽ നമ്പർ 12 കിട്ടുന്നില്ല എന്ന് ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ അഫിലിയേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് ഞാനൊരു 4 കട്ട് ബീഡാണ് ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലീഫ് എത്രത്തോളം സൈസിലുണ്ടോ അതിനനുസരിച്ചാണ് കട്ട് ബീഡ് എടുക്കേണ്ടത്. ചില കേസിൽ 4 കട്ട് ബീഡായിരിക്കും, ചിലപ്പോൾ 5 കട്ട് ബീഡായിരിക്കും. അപ്പോൾ അത് ലീഫ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ചെരിച്ച് ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി റെഡ് സിൽക്ക് ത്രെഡ് 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് 12 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസിൽ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് സെയിം പോയിൻറ്റിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് നീഡിൽ ഇതുപോലെ പൊക്കിയ ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. വലിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത പെറ്റൽ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോയിൽ നോക്കി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഈവനായിട്ട് നമുക്ക് പെറ്റൽ കിട്ടുന്നതാണ്. ഇനി ആ പെറ്റൽ ഒന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഓരോ ലോങ് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പെറ്റലില്ലേ അതിൻ്റെ നടുക്കായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ ക്രെവൽ നീഡിൽ 5 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഫ്ലവറിൻ്റെ നടുക്ക് വന്നേക്കുന്ന സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടെയൊക്കെ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കുവാണ്.